ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടീൽസ്. അപ്പം ഞങ്ങൾ ഇന്ന് വിഷു സെലിബ്രേഷൻ നിൽക്കുകയാണ്. വിഷു സെലിബ്രേഷൻ ഒന്നുമില്ല, ഞങ്ങളൊരു സദ്യയൊക്കെ കഴിച്ചിട്ട് വരും ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളിന്ന് മാച്ചിങ് ഒക്കെയാണ് ഗൈസ്. പെട്ടെന്ന് ഷെടാ പിടിക്കുന്ന റെഡി ആയതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി. ആക്ച്വലി ഈ വ്ളോഗ് എടുക്കാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് എല്ലാവരും ഓക്കെ ആയിട്ട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ വിയേർഡായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തതാണ്. എങ്ങാനും ലൈക്ക് ബിറ്റ്സ് ആൻഡ് പീസസ് നമ്മുടെ കഴിക്കുന്നതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു മെമ്മറി ആയിരിക്കുമല്ലോ എന്നോർത്ത്, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെയ്യാമെന്നോർത്ത് എടുത്തതാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും നല്ലപോലെ കോപ്പറേറ്റ് ചെയ്തു തന്നു. ആൻഡ് ഞങ്ങൾ ചെന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് എന്തായാലും ലേറ്റ് ആവുമെന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങുമായിരുന്നു. അപ്പോൾ ഇൻ ദ മീൻ ടൈം ഞങ്ങളൊരു ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് എടുത്തു, ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. സക്സസ്സാ. അങ്ങനെ ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവർ പോയി ഫുഡെല്ലാം എടുത്തിട്ട് വന്നായിരുന്നു. അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളെന്നാൽ ഇനിയുള്ള സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം നമ്മൾ ചൂടാക്കിയൊക്കെ എടുക്കണം. കാരണം എന്താ, ഇതുപോലെ ഫ്രോസൺ ആയിട്ടാണ് നമുക്ക് വന്നത്. അങ്ങനെ ഞങ്ങളൊരു 2 ബോക്സ് മേടിച്ചു. സോ ദാറ്റ് ഒരു 10 പേർക്കൊക്കെ നല്ല ലാവിഷായിട്ട് കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത്രയല്ലേ ഉള്ളൂ, ഇതെങ്ങനെ എല്ലാവർക്കും തികയുമെന്നൊക്കെ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നിറച്ച് കറികളും പിന്നെ നിറച്ച് എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഇങ്ങനെ കാണാൻ ഒരു ലുക്കില്ലെങ്കിലും അത് എന്താ പറയുക, ചൂടാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പ്ലാസ്റ്റിക് കവറുകളൊക്കെ തുറന്നത് ഇങ്ങനെ ഇരിക്കും, ഫുൾ ഐസായിട്ട് ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ നല്ലപോലെ മൈക്രോവേവിലിട്ട് ചൂടാക്കിയൊക്കെ എടുക്കണം. പക്ഷെ അത് കുറച്ച് നമുക്കൊന്ന് പാളിപ്പോയി. കാരണം ഒരു മൈക്രോവേവിൽ ഇങ്ങനെ ഇട്ട് കുറേ നേരം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇത്രയും ഐറ്റംസ് ചൂടാക്കി എടുക്കണ്ടേ. അപ്പോൾ എന്നിട്ട് ഇത് വിളമ്പുകയും വേണം, എന്നാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു. അങ്ങനെ UK വന്നതിന് ശേഷം എൻ്റെ 2ാമത്തെ വിഷുവാണിത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ പിറ്റേ ദിവസമോ അതോ 1 വീക്കിന് ശേഷം എങ്ങാണ്ടായിരുന്നു, 1 വീക്കിനുള്ളിലായിരുന്നു വിഷു. അപ്പോൾ അത് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ വീട്ടിൽ നിന്നും ഓരോരോ കറികൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ വീട്ടിലെല്ലാവരും കുക്ക് ചെയ്ത് എല്ലാവരും കൂടെ, നമ്മൾ ബാച്ചിലേഴ്സായിട്ടായിരുന്നു നിന്ന്, അങ്ങനെ അവിടെ എല്ലാവരും കൂടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ആൻഡ് ഇത് വേറൊരു വൈബായിരുന്നു. കാരണം ഇത് നമ്മൾ ഫുള്ള് ഫ്രോസൺ ഫുഡെല്ലാം വെളിയിൽ നിന്ന് വാങ്ങുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജോലി ശരിക്കും കുറഞ്ഞു. ആൻഡ് കുറേ ഐറ്റംസ് നമ്മളത് എന്താ പറയുക, നല്ലൊരു അഫോർഡബിൾ റേഞ്ചിന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസിലൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടുമെങ്കിലും പക്ഷേ അതർ സൈഡിൽ ഇത് 1 മണിയാകുമ്പോഴേ ഇത് റെഡി ആകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം മൈക്രോവേവ് ചെയ്ത് എടുക്കണമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ടൈം പോകും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 3-4 മണിയൊക്കെ. അപ്പോൾ ചേട്ടൻ പോയി വേറൊരു മൈക്രോവേവും കൂടെ എടുത്തിട്ട് വന്നു. സോ ദാറ്റ് കുറച്ചുകൂടെ സ്പീഡാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സൗണ്ട് ഒട്ടും ഇല്ല കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം 2-3 ദിവസമായിട്ട് എനിക്ക് സൗണ്ട് തീരില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് നമ്മൾ ഫുഡെല്ലാം വിളമ്പാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കിങ്ങനെ നാട്ടിലെ വിഷു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമായിരുന്നു. നാട്ടിലിങ്ങനെ ഒരു നടുമുറ്റം പോലത്തെ ഒരു സ്പേസ് വേണം നമ്മുടെ വീട്ടിൽ. അവിടെ ഞങ്ങളിങ്ങനെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ചെയ്യും. അപ്പം ഞാനിങ്ങനെ തലേന്ന് പോയി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വേറൊരു രാജ്യത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു ഫാമിലി അല്ല എന്താ പറയുക, ആ ഒരു എന്താ പറയുക, വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു ഫാമിലീൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലായിരുന്നു. വിഷുവിന് എല്ലാവരുടെയും ഓർമ്മകളിൽ മെയിനായിട്ട് പറയുന്നത് എന്താ, രാവിലെ കണി കാണുക, പിന്നെ കൈനീട്ടം കിട്ടുക, അതൊക്കെയല്ലേ. എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റ മകളായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കസിൻസിനൊക്കെ ഇങ്ങനെ 2 പേർക്കും കൂടെ കൊടുക്കുന്ന പൈസ എനിക്ക് ഒറ്റയടിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടൊക്കെ തോന്നായിരുന്നു. കൊള്ളാലോ അങ്ങനെ. അപ്പോൾ ഈ കൈനീട്ടം കിട്ടിയതിനേക്കാളും കൂടുതൽ ഞാൻ കൊടുത്തിട്ടാട്ടോ ഉള്ളത്. എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ പ്രായത്തിന് ഇളയവർക്ക് കൊടുക്കണമെന്നൊന്നും എങ്ങും നിയമമൊന്നുമില്ലല്ലോ. ഞാൻ ഏൺ ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനത് ചെയ്യുമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സദ്യ എല്ലാം റെഡിയാക്കി. കണ്ടില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഏതാണ്ട് 18 ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് ഫോട്ടോ എടുക്കാൻ പോയി. അങ്ങനെ എല്ലാവരെയും നോക്കിയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അമ്മി എന്നോട് ആദ്യമായിട്ട് പറയാം, എൻ്റെ ഒരു വീഡിയോ എടുത്തേ, തച്ചുവിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തേന്ന് എന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. അപ്പോൾ ഐ ഫെൽറ്റ് ക്യൂട്ട്, കൊള്ളാം. പിന്നെ ഇവനിങ്ങനെ പിള്ളേരെയൊക്കെ ഇവനിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഭയങ്കര ജെൻറ്റിലായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ഞാൻ കഴിച്ചിട്ടല്ല എല്ലാവർക്കും തരും. യൂട്യൂബിൽ വരുമല്ലേ ചോറ് വിഷുവിന് സദ്യ ഉണ്ടാകാൻ വന്ന ഞങ്ങളോട് അവർ നമ്മളെ കളിയാക്കിയത് എന്താണെന്നറിയോ? ആക്ച്വലി ഈ പാക്കേജിൻ്റെ അകത്ത് ചോറില്ല. ഇപ്പം ചോറ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു. ആൻഡ് ഞങ്ങൾ ചോറുണ്ടാക്കിയത് കഞ്ഞിയായിപ്പോയി. പിന്നെ ഞങ്ങൾ ചോറൊന്നും ഇല്ലാണ്ട് വെറും കൈയോടെ വന്നേ. അതിന് കളിയാക്കിയതാണ് ചോറെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ ചോറുണ്ടായിരുന്നു. വയറ് നിറച്ച് നമ്മൾ കുറേ ഭക്ഷണം കഴിച്ചു. അപ്പോൾ പിള്ളേരെയൊക്കെ ആദ്യം തന്നെ കഴിപ്പിച്ചു. ഇതെല്ലാം നമുക്ക് പുതിയതാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ കൂടെ അങ്ങനെ പിള്ളേരുടെ കൂടെ ഒന്നും നമ്മളങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ല അധികം. അപ്പോൾ അതെല്ലാം നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സദ്യയും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇതുവരെ സദ്യ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല UK വരുന്നതിന് മുമ്പ് വരെ. അതായത് ഞാൻ ഏത് കല്യാണത്തിന് പോയാലും അല്ലെങ്കിൽ എന്ത് പരിപാടിക്ക് വീട്ടിലുണ്ടാക്കിയതാണേലും എന്താണേലും എനിക്ക് അത്ര ആപ്പറ്റൈറ്റ് ഇല്ല. എനിക്ക് ഒത്തിരി കഴിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ സദ്യ കുറേ ഭക്ഷണങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് കിളി പോവും. പിന്നെ ഞാൻ ഭയങ്കര പിക്കിയായിരുന്നു. സാമ്പാറൊക്കെ ഞാൻ വെളിയിൽ നിന്നുള്ള സാമ്പാറൊന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ എല്ലാം മാറിക്കിട്ടി ഇവിടെ വന്നതിന് ശേഷം. ഇപ്പം ഞാനിങ്ങനെ ക്രേവ് ചെയ്യുവാണ് ഇങ്ങനെ സദ്യ അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഭയങ്കര റെയറായിട്ടാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. ഭയങ്കര എന്താ പറയുക, വല്ലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ചോറും അങ്ങനത്തെ കറിയൊക്കെ. അങ്ങനെ കറികളൊന്നും ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറില്ല. നമ്മൾ കഴിക്കുന്നത് കുറച്ചുകൂടെ മറ്റേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെയൊക്കെ നോക്കി ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇവരുടെ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു 18 കൂട്ട് ഐറ്റം ഉണ്ട്. അതായത് ചക്ക വറുത്തത് തൊട്ട് ശർക്കര ഇട്ട് വരട്ടിയ ചക്ക വരട്ടി എന്ന് പറയില്ലേ, പണ്ടെൻ്റെ അപ്പൂപ്പൻ ഉണ്ടാക്കി തരുമായിരുന്നു. അമ്മ വീട്ടിൽ ഇങ്ങനെ ഒരു കുപ്പിയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പം അതൊക്കെ കിട്ടി. അങ്ങനെ ഞാനും അബിയും കൂടെ വെളി വന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കാം. ഞാനൊരു റീൽ എടുത്തായിരുന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ഞാൻ ഇൻട്രോ എടുക്കുമായിരുന്നു അതോ ഔട്ട്രോ എടുക്കുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എന്തോ എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സ്റ്റിൽ സംസാരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോ സെഷനിലേക്ക് കടന്നു. പിന്നെ അത് മുഖ്യമാണല്ലോ, ഇത്രയും നമ്മൾ മാച്ചിങ് ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്ന് ഓർത്തിട്ട് ഞാൻ അബിക്ക് നേരത്തെ പോസൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണമെന്നൊക്കെ. പോസിന് വലിയ പഞ്ഞൊന്നും ഇല്ലല്ലോ, എന്നെ അറിയാവുന്നവർക്കറിയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി പുറകെ ഇട്ട് വെറുപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ അകത്ത് വന്നിട്ട് അപ്പോൾ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അബി ഇങ്ങനെ ഭയങ്കര റെയറായിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ നിനക്കൊരു ഫോട്ടോ എടുത്തുതരാം. അതിൻ്റെ അവൻ നന്നായിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 2 പിക്കായിരിക്കും അബി എനിക്ക് എടുത്തു തരുന്നത്. പക്ഷെ അത് രണ്ടും വേറെ ലെവലായിരിക്കും. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് എടുത്തിട്ടുള്ളത് ഒബ്വിയസ്ലി അത് നമ്മുടെ കൂടെ ഉള്ള ആളായിരിക്കുമല്ലോ. പക്ഷെ ഇത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. അവൻ എന്നോട് പറഞ്ഞ് പോസ്റ്റ് ചെയ്തൊക്കെ നിർത്തിയിരിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് പാട്ട് സംഗീത മൂഡിലേക്ക് കയറി. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണിയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയോ എന്തിനു വേറൊരു സൂര്യോദയം. നീയല്ലേ നമ്മളാണോ? ഏതക്ഷരം വരുന്നത്? നമ്മളാണോ?
അന്നാ ഓ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ അങ്ങനെ നല്ലൊരു വിഷു മെമ്മറി ആയിരുന്നു ഇത് നമ്മൾ ആക്ച്വലി സൺഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. കാരണം മൺഡേ എല്ലാവർക്കും വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞാനും അബി നല്ല ടയേർഡായിരുന്നു. ലേറ്റായിട്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അതാ കണിയൊക്കെ ഒരുക്കണം. ഞാൻ ഈ സ്ഥലമാണ് കണ്ടു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. നമ്മൾ ഫ്രൂട്ട്സ് കണിയാണ് ഇത്തവണ. ആൻഡ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അബി എനിക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് സിൽവറാണ്. നമ്മൾ അൽബേനിയ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ആ സിൽവറും കൂടെ ഞാൻ വെച്ചു ഗോൾഡിൻ്റെ കൂട്ടത്തിൽ. ഗോൾഡ് ഞാൻ ഭയങ്കര പിക്കി ആയിട്ടാട്ടോ വെച്ചത്. ഒന്ന് ഈ കമ്മലാണ് വെച്ചിരുന്നത്. ഇത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വിരുന്നിന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പം ഞങ്ങൾ അമ്മയും അച്ഛനും ഞങ്ങളെല്ലാം കൂടെ ആലപ്പുഴ പോയപ്പോൾ അവർ വാങ്ങി തന്നതാണ് ആ കമ്മലും മാലേൻ്റെ സെറ്റ്. ആൻഡ് ഓൾസോ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു മോതിരമാണ്. എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് അവരെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്ത മോതിരം. ഇത് രണ്ടുമാണ് ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഇത് ഭയങ്കര നല്ലൊരു മെമ്മറി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാനും അബിയും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ കണിയൊക്കെ ഒരുക്കി. അതൊരു വല്ലാത്ത ഫീലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ, അതായത് ഈ ഫ്രൂട്ട്സ് കണിയുടെയൊക്കെ ഇടയിൽ എൻ്റെ കൃഷ്ണനെ കാണാൻ പോലും ഇല്ല. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വേണം കുറച്ച് നല്ല സെറ്റപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാനായിട്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെമ്മറി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഹാപ്പി വിഷു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.